പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. 1 2 ഇത് രണ്ടും കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഹായ്, ഐ ഷാഡോ പാലറ്റ് ആണ്, സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് ഇത് 200 റുപ്പീസും. അത് ഇത് ലാക്ടോ കലാമിൻ്റെ ഓയിൽ കൺട്രോളാണ്. ഇത് എവിടേക്ക് പോയേ? 8 അവേഴ്സും കോൾഡായിട്ട് 12 അവേഴ്സും ഇരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്താ പറയുക, അൺബോക്സിങ് ആണ്. ഇത്രയും മാത്രമേ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഉണ്ട്, വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ബട്ട് അത് ഞാൻ ഒരിക്കലും കുറേ ഭയങ്കര പ്രൈസി ആയിട്ടുള്ള സംഭവങ്ങളല്ല ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന സംഭവങ്ങൾ സെയിൽ എന്തെങ്കിലും വരുമ്പോൾ വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം അതിൽ കൂടുതൽ ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റിലപ്പുറം ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. കുറച്ച് 2-3 സാധനം കൂടി എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഒരു വാലറ്റ്, പിന്നെന്താ വാങ്ങിക്കാൻ വിചാരിക്കുന്നത്, ഒരു ബാഗൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. ബാഗ് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊരു കുട്ടി അൺബോക്സിംഗ് ആണ്, ഹ്യൂജ് അൺബോക്സിംഗ് ഒന്നുമല്ല. അതെ, ഇത്രയും പ്രൊഡക്റ്റാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത്ര പ്രൊഡക്ട്സേ ഉള്ളൂ കേട്ടോ. ഇത് ഇനിയും പ്രൊഡക്ട്സ് കുറച്ച് വരാനുണ്ട്, പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇത് കൂടുതൽ ഇതിൽ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. 1 2 3 4 5 6 7 8 പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ പ്രൊഡക്ട്സ് വരാനുണ്ട് ഇനി. അത് ഞാൻ ഇനി ഷോർട്സ് ആയിട്ടിട്ടോളാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എവിടെ പോരുത്, വീടരുത്, ചെറുതെന്ന് തുടങ്ങാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഈ ബട്ടർഫ്ലൈ ടോപ്പ്? ഇത് ഞാൻ അജിയോന്ന് 1 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. കുട്ടി ക്രോപ്പ് ടോപ്പ് ആയ കാരണം ഞാൻ ഇടാറില്ല. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പോർഷനല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷനിലേക്ക് ഇത് ഓക്കെയാണ്. താഴത്തേക്ക് നിങ്ങൾ ആരും നോക്കരുത്, താഴത്ത് കാണിക്കില്ല. നമ്മൾ മറ്റേ ഇൻ്റർവ്യൂവിലും മറ്റേ ന്യൂസൊക്കെ വായിക്കായിരിക്കുമ്പോൾ ഇത്രയും പോർഷൻ കാണിച്ചിട്ട് താഴത്തേക്ക് വേറെ ഒന്നുമല്ല, താഴത്തേക്ക് ഞാൻ ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വയ്യ അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടിയിരിക്കാൻ. ഭയങ്കര മടിയാണ് എനിക്ക്, ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യണ സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇത് ആക്ച്വലി കോംബോ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഈ മൈസെല്ലർ വാട്ടറാണ്. ഇത് 125 മില്ലി ഇത്രയേ ഉള്ളൂ അല്ലേ. മൈസെല്ലർ വാട്ടർ ഞാനായിട്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ട്. ഞാനൊന്നല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ അല്ലച്ചെങ്കിൽ ക്ലെൻസിങ് ബാം അങ്ങനത്തെ സംഭവങ്ങൾ, വെറ്റ് ടിഷ്യൂ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ കോക്കനട്ട് ഓയിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ മൈസെല്ലർ വാട്ടർ കുറേ ആൾക്കാർ നല്ലതാണെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൈസെല്ലർ വാട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. 60 യൂസസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ എനിക്കിതെന്തോ കണ്ടിട്ടൊരു ഭംഗിയില്ലായ്മ. ഇത് കോംബോ ആയിരുന്നു. ഇതിൻ്റെ ബാക്കി കോംബോ എവിടെ എന്നെ നോക്കട്ടെ കേട്ടോ, വന്നിട്ടില്ലേ, കുലുങ്ങുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ മൈസെല്ലർ വാട്ടർ ആയിരിക്കും. നമുക്ക് നോക്കാം. കോംബോ പക്ഷേ 2-2 കേട്ടോ വന്നിരിക്കുന്നത്. അതല്ലേ, അതായത് ഒന്നൊരു ഓയിൽ ടൈപ്പൊക്കെ ആയിരുന്നു. ഇത് വേറെന്തോ സാധനമാണല്ലോ. ഭയങ്കര എന്താ കുറേ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ. ഇതെന്തപ്പോൾ ഇത്? ഇതിൽ കോംബോ വാങ്ങിച്ച സാധനങ്ങൾ 2 പാക്കറ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വേറെ. ഇത് എന്തോ ഇത് കണ്ടിട്ടൊരു ഇത് മറ്റേ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ ക്ലെൻസ് ചെയ്യാനുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നത് 2 കൂടിയിട്ട് ഞാനൊരു 300 റുപ്പീസിനാണോ വാങ്ങിച്ചേ, എനിക്കറിയില്ല. വോട്ടെവർ, ഇത് 2 കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു മിന്ത്രയുടെ ബർത്ത്ഡേ ബ്ലാഷിലോ അല്ലെങ്കിൽ വിമൻസ് ഡേ സെയിലിലോ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വാങ്ങിക്കില്ല, അത് സെപ്പറേറ്റ് വാങ്ങിച്ച വേറെ സാധനം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇത് റെക്സോണയുടെ ഒരു അണ്ടർ ആം റോളോണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ പെർഫ്യൂംസും അതേപോലെ തന്നെ ഇങ്ങനെ സ്മെൽ, നല്ല ഫ്രാഗ്രൻസ്. ഞാനിങ്ങനെ എപ്പോഴും നല്ല സ്മെല്ലായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കങ്ങനെ ബാഡ് ബോഡി ഓർഡർ ഒന്നുമല്ല, നല്ല ബോഡി ഓർഡർ ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്നാലും എനിക്കിങ്ങനെ എപ്പോഴും ഫ്രഷ്. എനിക്ക് അണ്ടർ ആമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്വെറ്റൊക്കെ വരുന്ന കാരണം എനിക്കിത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തതാണ് അണ്ടർ ആം റോളോണാണ്. ഞാൻ റെക്സോണയുടെ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ നല്ല സ്മെല്ലാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. നല്ല സ്മെല്ല കേട്ടോ, വെറുതെ അല്ല, നല്ലതാണത്. ഹായ്, ബോഡി ഓർഡർ അണ്ടർ ആം വൈറ്റനിങ് ഉണ്ട്. 72 hours ഓർഡർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അടിപൊളി സ്മെല്ല്. പറഞ്ഞത് വാങ്ങിയത് എന്തായാലും വേർത്തായി നമുക്ക്.
ഒരു ബേബി പൗഡറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, സീരിയസ്ലി ഇഷ്ടപ്പെടും. നല്ല സ്മെല്ലാണ്. ഞാൻ പ്രൊഡക്റ്റ് എന്തായാലും താഴെ ടാഗ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഫുള്ളും മിന്ത്രയാണ്. ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ ഫുള്ളും മിന്ത്രയാണ്. നോക്കാം. പണ്ട് മൊത്തം മീഷോ ആയിരുന്നു, ഇത് മൊത്തം മിന്ത്രയാണ്. ഞാനിപ്പോൾ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കാരണം എനിക്ക് സാധനങ്ങളൊക്കെ പുറത്തെടുക്കാൻ ഭയങ്കര സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തന്നെ. ഓ ഓക്കേ, ഇത്രയും ചെറിയ സാധനത്തിന് എന്തിനാ ഇത്രയും വലിയ പെട്ടി തരുന്നതെന്ന് എനിക്കറിയില്ല. ഈ മിന്ത്രയും അജിയോ അല്ല, മിന്ത്രയും നൈക്കിയൊക്കെ ഭയങ്കര വലിയ ബോക്സസും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നിറച്ചും പൊടിയായി. ഇത് ആക്ച്വലി മാസിൻ്റെ ഒരു മസ്കാരയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കണ്ണെഴുതാനും മസ്കാര ഇടാനും. കണ്ണെഴുതിയത് കറക്റ്റ് അല്ലെങ്കിൽ മസ്കാര ഇട്ട് നന്നായിട്ട്. എനിക്ക് ആക്ച്വലി ലാഷസ് ആക്ച്വലി ഉണ്ട് കേട്ടോ. ലാഷസ് ആക്ച്വലി തിക്കില്ല, പക്ഷേ ലെങ്തി ആയിട്ടുള്ള ലാഷസ് ആണ് എനിക്ക്. അപ്പോൾ അത് ഒരു തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ മാസിൻ്റെ കുറേ, ആക്ച്വലി ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറൊരു മസ്കാരയുണ്ട്. പക്ഷേ അന്ന് അതിൽ ഓഫർ ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. മാസിൻ്റെ ഒരു മസ്കാരയാണ്, വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് കാജലും മസ്കാരയും. രണ്ടെണ്ണം പെട്ടെന്ന് എൻ്റെ തീരും. അപ്പോൾ ഞാൻ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് മസ്കാര എപ്പോഴും ഞാൻ നമ്മുടെ മേക്കപ്പ് മാൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് വാങ്ങിച്ചാൽ പോരെ. ആക്ച്വലി അവർ നമുക്ക് മേക്കപ്പ് ചെയ്യാനാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ എന്തായാലും സെൽഫ് മേക്കപ്പ് അല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ മിന്ത്രയാണേ. അപ്പോൾ അത് നല്ല തിക്നെസ്സൊക്കെ തരുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. മാസിൻ്റെ അത്യാവശ്യം നല്ല ഒരു റിവ്യൂ ഒക്കെ കുറേ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി മരിച്ചു, ഡയറ്റ് കണ്ടിട്ട് മരിച്ചു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പറയാമല്ലോ, ഞാൻ വലിയൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗറോ ഒന്നും അല്ല. എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര നോളേജോ കാര്യങ്ങളില്ല. ബട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇനി അത് കണ്ടിട്ട് നിങ്ങളാരും ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇതാക്കരുത്. കാരണം ഞാൻ എൻ്റെ സ്കിന്നിൽ പരീക്ഷിച്ചിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ചെറിയൊരു ഐ ഷാഡോ പാലറ്റാണ്. എൻ്റെയൊക്കെ വേറെ ഐ ഷാഡോ പാലറ്റ് ഉണ്ട്, പക്ഷെ എനിക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ അതിൽ ഇങ്ങനത്തെ ഈ കളേഴ്സൊന്നും അതിലില്ലാതെ തോന്നുന്നുണ്ട്. എങ്കിലും ഒരു ചെറിയൊരു ന്യൂഡായിട്ടുള്ള അതിലങ്ങ് കുറച്ച് പോക്കറ്റിലൊക്കെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പൗച്ചിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഇത്. പിന്നെ മാസിൻ്റെ ഞാൻ ഇതുപോലത്തെ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടൊക്കെ ഒരുപോലെ അത്യാവശ്യം. ഇതൊന്നും കുഴപ്പമില്ലാതെ കേട്ടോ. അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന ഒരാളൊന്നുമല്ല. അത്യാവശ്യം റേറ്റ് ഇത് നമ്മളിപ്പോൾ ഉള്ള പാവങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലിപ്പോൾ ഈ ഓപ്പൺ ആക്കിയിട്ടുള്ള സംഭവങ്ങൾ ഫുള്ള് ഞാൻ ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റേറ്റൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത്ര റേറ്റുള്ള സംഭവങ്ങൾ വാങ്ങിക്കുക അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി വാങ്ങിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കി വാങ്ങിക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് അത്ര പ്രത്യേകിച്ച് ഇതിൻ്റെ റിവ്യൂ പറയാനുള്ളതൊന്നുമില്ല. കാരണം അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത്ര വലിയൊരു ഹാംഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതെന്താ എൻ്റെ ദൈവമേ, ഇതൊക്കെ ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചതാണേ. ഇതിൽ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ചുമ്മാ തന്നോടി ഗൈസ്, വെറുതെ ഇത്രയും വലിയ ഒരു ഇതിൽ. ഇത് വേഗയുടെ ഒരു ടെയിൽ കോമ്പാണ്. ഇത് എനിക്ക് തോന്നി ഞാൻ 66 രൂപയ്ക്കോ 89 രൂപയ്ക്ക് ഞാൻ ഓഫറിൽ വാങ്ങിച്ചതാണ്. ടെയിൽ കോമ്പ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇതിൻ്റെ ഈ ഒരു ടെയിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. സംടൈംസ് സ്കാൽപ്പൊക്കെ സ്ക്രബ് ചെയ്യാൻ നല്ലതാണ്. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മുടിയൊക്കെ ചെയ്യാനും തന്നെയാണെങ്കിലും നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വകച്ചില്ലുണ്ടല്ലോ, പാർട്ടീഷനൊക്കെ എടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ഡാൻഡ്രഫൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നിങ്ങനെ ഇതാക്കി കഴിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പൊങ്ങി നിൽക്കും. ഇപ്പം എൻ്റെ തലയിൽ ഡാൻഡ്രഫൊന്നും ഇല്ല കേട്ടോ. ഞാൻ നല്ല ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, വിഷ് കെയറിൻ്റെ. അടിപൊളിയാണ് കേട്ടോ ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് അപ്പോൾ നമ്മുടെ മിന്ത്രയിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ തീർന്നു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 2 മേക്കപ്പ് പൗച്ചാണ്. പറക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഇതിൽ, പക്ഷെ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. ഇതിൻ്റെ പിങ്ക് പൗച്ച് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 എണ്ണം കൂടി വാങ്ങിച്ചാണ്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ വാഷ് ബോക്സോ വാഷ് പൗച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ വാങ്ങിച്ച് കൂട്ടുമ്പോൾ പെട്ടെന്നൊരു കൺട്രോൾ ചെയ്ത കാരണം ഇത് 2 ഞാൻ നിർത്തി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഓഫറോ കാര്യങ്ങളൊന്നുമല്ല, അതിലിപ്പോഴും നല്ല റേറ്റ് കുറവായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു 200-ൻ്റെ ഉള്ളിലേ ഉള്ളൂ ഈ ഒരു പൗച്ച്. ഒരുപാട് സാധനങ്ങൾ കൊള്ളും, ഒരുപാട്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം സാധനങ്ങൾ ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. കാരണം ഷാമ്പു ബോട്ടിൽ സംഭവം ഭയങ്കര സ്പേഷ്യസ് ആണ്. പിങ്ക് കളറിലും ഉണ്ട്. അയ്യോ ഭയങ്കര പ്ലാസ്റ്റിക് സ്മെല്ല്. പിന്നെ ബ്ലൂ കളറിലുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റേത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി, കുറേ കാലമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 വാങ്ങിച്ചത്. ഇതും ആ സെയിം സംഭവം തന്നെയാണ്, വേറൊരു കളർ ചേഞ്ച് വാങ്ങിച്ചതാണ്. രണ്ടും ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് 200 റുപ്പീസും അത് 190 റുപ്പീസ് അങ്ങനെ എത്ര ഒരു എമൗണ്ടേ അതിൽ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ 160 ആണോ എന്നൊന്നും അറിയില്ല. ഭയങ്കര റേറ്റ് കുറവാണ്. ഇതെന്താ നോക്കട്ടെ. ഓ ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓൾറെഡി ചുമയും കോൾഡായിട്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുർത്തി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുർത്തി കാണിച്ചപ്പോൾ അത് ആക്ച്വലി ഒരു 3 പീസ് സെറ്റായിരുന്നു. അതായത് ഷോളും പാൻറ്റും ഉണ്ടായിരുന്നു. യെസ്, അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഷോളും പാൻറ്റും ഞാൻ വിട്ട ചേട്ടൻ അവിടെ നിന്ന് അത് എടുക്കാൻ വിട്ടുപോയായിരുന്നു. ആ ഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചേച്ചി അത് എനിക്ക് കൊറിയർ അയച്ചതാണ്. ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്. കൊള്ളാനെ ഇതാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ്. ആക്ച്വലി ഈ ഒരു പാൻറ്റ് ഒറ്റയ്ക്ക് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഒരു ടോപ്പ് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഷോള് നല്ല കോട്ടൺ അജ്രക്കാണത്. അപ്പോൾ ഇതിങ്ങനത്തെ സംഭവത്തിലോട്ടൊക്കെയാണ് ഇപ്പോൾ താല്പര്യം വരുന്നത്. ഇത് കളർഫുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എന്തോ ഒരു താല്പര്യമില്ല. ആൻഡ് ഫൈനൽ വൺ ഇത് ഏതാ വെല്ലൈഫി. ഓ ഇത് ആക്ച്വലി ഞാൻ വെറ്റ് ടിഷ്യൂ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് ഞാനൊന്ന് റീടച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് ഫേസിലിട്ടിട്ടുള്ള സംഭവങ്ങൾ വൈപ്പ് ചെയ്യും. അപ്പോൾ അത് വെറ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ വൈപ്പ് ചെയ്യാറ്. അപ്പോൾ ഈ വെറ്റ് ടിഷ്യൂ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല. യൂസ് ചെയ്യണമെങ്കിൽ നല്ല വെറ്റ് ടിഷ്യൂ നമ്മൾ യൂസ് ചെയ്യണം. അല്ല വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഞാനിത് ഒരു മെഡിസിൻസ് ടാബ്ലറ്റ്സ് അങ്ങനത്തെ കിട്ടുന്ന എൻ്റെ ഒരു സൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണിത്. ഇത് ഒരെണ്ണേ ഉള്ളൂ. ലാക്ടോ കലാമിൻ്റെ ഈ നല്ലതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഓയിലി ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് ലാക്ടോ കലാമിൻ നല്ലതാണ്. ഞാൻ ആക്ച്വലി ഇതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. വൈപ്സ് ആണ്, ഓയിൽ കൺട്രോൾ വൈപ്സ് ആണ്. നീം വിത്ത് അലോവേര, വൈറ്റമിൻ B3 ആണുള്ളത് ഇതിൽ. അടിപൊളിയാണ്. ഓയിൽ കൺട്രോൾ വൈപ്സ് ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു 30 വൈപ്സ് എങ്ങനെ വരുന്നുണ്ട്. ഇതിൽ 198 ആണ് എമൗണ്ട് എഴുതി കാണിച്ചിരിക്കുന്നത്. അത് വെട്ടിയിട്ട് 99 കാണിക്കുന്നുണ്ട്. അപ്പോൾ വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നോർമൽ വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്യാതിരിക്കുക. ഇത് ലാക്ടോ കലാമിൻ്റെ ഓയിൽ കൺട്രോൾ ആണ്. ഈ ഡ്രൈ സ്കിന്നുകാർ ഒരിക്കലും ഈ സംഭവം യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. കാരണം നല്ല രീതിക്ക് ഒരു ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്കിൻ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഈ തിളങ്ങുന്നത് പോലും ഓയിലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല ഏച്ചിയൊക്കെ ഇട്ടിരിക്കണ കാരണം. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ളൊരു നല്ല ടിഷ്യൂ ആണത്. നോർമൽ ബാക്കിയുള്ള ഒരു ടിഷ്യൂസൊക്കെ യൂസ് ചെയ്യാതെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ലാക്ടോ കലാമിൻ്റെ തന്നെ ഒരു ടോണറാണ് കേട്ടോ. ഒരു പച്ചമണം. കുക്കുംബർ ഗ്രീൻ ടീ നിയാസിനാമൈഡ് ആണ്. ഡീപ്പോ ക്ലെൻസിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എവിടേക്കാണ് പോയേ? ഇത് ശരിക്കും ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നീമിൻ്റെ ആര്യവേപ്പിൻ്റെ മണം. പക്ക ആര്യവേപ്പിൻ്റെ മണമാണ്. ലാക്ടോ കലാമിൻ കുഴപ്പമൊന്നുമില്ല. ന്യൂ മിസ് പാക്ക് ഫേസ് ടോണറാണ്. സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ഓയിൽ സ്കിൻ ടൈപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് എനിക്ക് ഞാൻ കണ്ടിൽ വെച്ചിട്ട് ലാക്ടോ കലാമിൻ ഫുള്ളും ഓയിലി സ്കിന്നുകാർക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയും അയ്യോ ഞാനൊരു സാധനം കൂടി ഇത്രയും സംഭവം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇത് വേറൊരു സംഭവമാണ്. ഇതൊരു ടംബ്ലറാണ്. വക്കം സീരീസ് എസെൻഷ്യൽ ലീക്ക് ഫ്രൂ ടംബ്ലർ. എനിക്കിപ്പോൾ ഓർമ്മയില്ലത് ദൈവമേ. ഇതിൻ്റെ സ്റ്റിക്കറാണ്. ആക്ച്വലി ഇത് നമുക്ക് ഹോട്ടായിട്ട് 8 hours കോൾഡായിട്ട് 12 hours ഇരിക്കും.
ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തിയോ വെള്ളമോ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എന്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാം. 1.5 ലിറ്റർ എങ്ങാണ്ട് ഈ സംഭവം. ഇത്രയും വലുത് വേണ്ടായിരുന്നു. എൻ്റെ ഫേസിനേക്കാളും വലിയ സാധനമാണ്. ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഷൂട്ടിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതോടെ എൻ്റെ അൺബോക്സിങ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ഷോർട്സ് ആയിട്ട് ഒറ്റയ്ക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.